ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രണ്ട് സിനിമയിലെ രണ്ട് സീൻസ് കാണിക്കാം. If you kill him, he will win. Oh, God! Oh, God! Oh! ഈ രണ്ട് സീനുകളും രണ്ട് സിനിമയുടെ എൻഡിങ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു സിനിഫയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊക്കെ ഈ സിനിമ ഏതാണ് മനസ്സിലോട്ടുണ്ടാവും. ദ മിസ്റ്റ് ബൈ ഫ്രാങ്ക് ഡാരാബോണ്ട് ആൻഡ് 7 ബൈ ഡേവിഡ് ഫിഞ്ചർ. ഈ രണ്ട് സിനിമകളെ കുറിച്ച് അവിടെ പറയാൻ കാരണം ഈ രണ്ട് സിനിമകളിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴേ സ്കിപ്പ് ചെയ്തോ. ഹ്യൂജ് സ്പോയിലേഴ്സ്. ദ മിസ്റ്റ് എന്ന സിനിമയിൽ ഭൂമിയെ ആക്രമിക്കാൻ വരുന്ന ഏലിയൻസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ അതിൽ നായകനെ ഫാമിലിയും ഉണ്ട്, പിന്നെ 2 പേരും ഉണ്ട്, ടോട്ടൽ 5 പേര്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ഇവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും. പക്ഷേ ഇവരുടെ കയ്യിൽ ആകെ ഒരു തോക്കേ ഉള്ളൂ. ആ തോക്കിലാകെ 4 ഉണ്ടേ ഉള്ളൂ. ഇവർ 5 പേരും ഉണ്ട്. അങ്ങനെ സ്വന്തം ഭാര്യയെയും മകനെയും ബാക്കിയുള്ള 2 പേരെയും കൊന്നിട്ട് ഏലിയൻസിൻ്റെ കൈ കൊണ്ട് മരിക്കാൻ റെഡിയായിട്ടിരിക്കുന്ന നായകൻ്റെ അടുത്തേക്ക് വരുന്നത് ഹെൽപ്പുമായിട്ട് വരുന്ന മിലിറ്ററിയാണ്. ഇനി മറ്റൊരു സിനിമയാണ് 7. അത് സീരിയൽ കില്ലർ പടമാണ്. ടോട്ടൽ 7 സെൻസിൻ്റെ ബേസിൽ 7 പേരെ കൊല്ലുന്നൊക്കെയാണ് സിനിമയുടെ പ്ലോട്ട്. അങ്ങനെ 5 പേരെ കൊന്ന കില്ലർ ഈ കൊലപാതകം അന്വേഷിക്കുന്ന ഓഫീസറിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള 2 പേരെയും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഓഫീസറിനെ കൊണ്ട് ഒരു വിജനമായിട്ടുള്ള സ്ഥലത്ത് പോകും. അവിടെ വെച്ച് നായകന് മനസ്സിലാവും ഈ കില്ലർ തൻ്റെ ഭാര്യയെ കൊന്നെന്ന്. അങ്ങനെ സ്വന്തം ഭാര്യ മരിച്ച വിഷമത്തിലും ദേഷ്യത്തിലും നായകൻ കില്ലറിനെ കൊല്ലുകയാണ്. ഈ രണ്ട് സിനിമകളിലെയും സിമിലാരിറ്റി എന്തെന്നാൽ അവസാനം നായകൻ രക്ഷപ്പെടും ഓർ ജയിക്കും. ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ്? ഹോൾ ഫാമിലിയെ നഷ്ടപ്പെട്ട മിസ്റ്റിലെ നായകനും തൻ്റെ ഏക ഫാമിലിയായ ഭാര്യയെ നഷ്ടപ്പെട്ട 7ലെ നായകനും സെയിം ആണ്. ദ ലോസ്റ്റ് എവറിത്തിങ് അറ്റ് ദ എൻഡ് ബട്ട് വോൺ. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട് പല ഭാഷകളിലായിട്ട്. പക്ഷെ മലയാളത്തിൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന സിനിമകളുണ്ടോ? എന്നാൽ അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് ടോക്ക് സിനിമ. ഈ ലിസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഗസ് ചെയ്തിട്ടുള്ള സിനിമയായിരിക്കും ദൃശ്യം 1 and 2. തൻ്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ജോർജ് കുട്ടി 2 സിനിമകളിലെ അവസാനം പോലീസിൻ്റെയും നിയമത്തിൻ്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് അയാൾ കൊടുക്കേണ്ടി വന്ന വില എന്ന് പറഞ്ഞാൽ അയാളുടെ സമാധാനമാണ്. ദൃശ്യം 2-ലും മുരളി ഗോപിയുടെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. സത്യത്തിൽ നമ്മൾ അയാളെ അല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെ. എനിക്കുറപ്പുണ്ട് നമ്മുടെ അടുത്ത വരവിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയല്ലേ അയാൾക്കുള്ള ശിക്ഷയും. അങ്ങനെ നോക്കുമ്പോൾ ജോർജ് കുട്ടിക്ക് കൂടുതൽ നഷ്ടക്കണക്കുകളാണ്. വെയിറ്റിംഗ് ഫോർ ദൃശ്യം 3. മാർക്കോയുടെ കാര്യം പറയുകയാണെങ്കിൽ അനിയനെ കൊന്നതിന് പകരം വീട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പ് ബ്രദറിൻ്റെ കഥയാണ്. പുള്ളിക്ക് ഫാമിലി എന്നാൽ എല്ലാമാണ്. അങ്ങനെ അനിയനെ കൊന്നതിന് പകരം ചോദിക്കും, എന്നിട്ട് അനിയൻ്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരികയും ചെയ്യും. പക്ഷെ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഫാമിലിയെ ഇല്ലാതാക്കി എൻ്റെ പക തീർക്കാനായിട്ട് അവരെ പോയി കൊല്ലുന്നുണ്ട് മാർക്കോ. പക്ഷെ അറ്റ് ദ എൻഡ് ഹി ലോസ്റ്റ് ഓൾ ഹിസ് ഫാമിലി ആൻഡ് ഹിസ് ഗേൾ ഫ്രണ്ട്. റീസെൻ്റ്ലി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമയായിരുന്നു ഇരട്ട. ജോജു ജോർജിൻ്റെ അസാധ്യ പെർഫോമൻസും പിന്നെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് വാട്ട് ദ ഫക്ക് ഡിഡ് ഐ വാച്ച് എന്ന അവസ്ഥയിൽ ഇരുന്നിട്ടുള്ള ചുരുക്കം ചില സിനിമകളിലൊന്നായിരുന്നു ഇരട്ട. സിനിമയിൽ DYSP പ്രമോദായും ASI വിനോദായിട്ടും അഭിനയിച്ചിരിക്കുന്നത് ജോജു ജോർജാണ്. അങ്ങനെ വിനോദിന്റെ പറഞ്ഞു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് അന്വേഷിക്കുന്ന പ്രമോദ് അത് ആത്മഹത്യയാണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്തതിനുള്ള റീസൺ അറിഞ്ഞിട്ട് പ്രമോദ് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. ജോർജി കണ്ടത് ഈ കുട്ടീനല്ലോ. ഈ കുട്ടിയാണ്.
അന്വേഷണത്തിൽ വിജയിച്ചെങ്കിലും ഇനി ഒരിക്കലും തൻ്റെ മകൾക്ക് തന്നെ കാണാൻ കഴിയില്ലല്ലോ എന്ന റിയാലിറ്റി പുള്ളി മനസ്സിലാക്കുമ്പോൾ പുള്ളി അവിടെ തോറ്റുപോവുകയാണ്. സേതുമാധവൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ച പോലീസ് ടെസ്റ്റൊക്കെ പാസ്സായി നിൽക്കുന്ന സേതുവിൻ്റെ മുന്നിലേക്ക് വില്ലനായിട്ട് അവതരിക്കുന്നത് കീരിക്കാടൻ ജോസാണ്. അങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിയുമ്പോഴാണ് സേതു ഇതിനെതിരെ പ്രതികരിക്കുന്നത്. പക്ഷേ ആസ് എ റിസൾട്ട് ജോസിനെ കുത്തിയ കത്തിയുമായി നിൽക്കുന്ന സേതുമാധവൻ തൻ്റെ ഏക ശത്രുവിനെ കൊന്ന് വിജയിച്ച് നിൽക്കുന്നവനല്ല. അത് കാരണം തൻ്റെ ഏക സ്വപ്നമായ പോലീസ് എന്ന ജോലിയും തൻ്റെ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് ഗുണ്ടയായി മാറി തോറ്റുപോയവനാണ്. സ്വന്തം അനിയനായ വീരസിംഹ മന്നാടിയാരെ കൊന്ന ഹൈദർ മരക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നരസിംഹ മന്നാടിയാരുടെ കഥയാണ് ധ്രുവം. തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഠിച്ച പണി 18 പാറ്റി നോക്കും ഹൈദർ. ഒടുവിൽ 4 വരെ മുറിച്ചു കളയും. അങ്ങനെ തൂക്കുമരത്തിൽ നിന്ന് ഹൈദർ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ മന്നാടിയാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. മേൽപ്പറഞ്ഞ കേസിലെ 1-ാം പ്രതിയായ നരസിംഹ മന്നാടിയാരെ ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം മരണം വരെ തൂക്കിക്കൊല്ലാൻ ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഹൈദറിനെ തൂക്കിക്കൊന്നത് മന്നാടിയാരുടെ വിജയമായിട്ട് കണക്ക് കൂട്ടാം. പക്ഷെ അതിന് വില കൊടുക്കേണ്ടി വന്ന പുള്ളിയുടെ ജീവിതമാണ്. സാഗർ എലിയസ് ജാക്കി ഒരു വലിയ ഗോൾഡ് സ്മഗ്ലറാണ്. പുള്ളിയുടെ പ്രൊഫഷണൽ ശത്രുവാണ് ശേഖരൻകുട്ടി. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ഒക്കെയാണ്. ജാക്കിയുടെ ലവ് ഇൻട്രസ്റ്റ് ആയ ജ്യോതി ഈ സമയം ജയിലിലാണ്. ഇനി ഏകദേശം 1 മാസം കൂടെയൊക്കെ ഉള്ളൂ പുറത്തിറങ്ങാനായിട്ട്. ഈ സമയത്ത് ശേഖരൻകുട്ടിയും ജാക്കിയുമായിട്ടുള്ള ഒരു കാർ ചേസിൽ ജാക്കിയുടെ അമ്മ മരിക്കുന്നു. അതിന് പകരം വീട്ടാൻ വേണ്ടി ജാക്കി എയർപോർട്ടിൽ നുഴഞ്ഞു കയറി ശേഖരൻകുട്ടിയെ വെടിവെച്ചു കൊല്ലും. അങ്ങനെ തന്നെ ഏക ശത്രുവിനെ ഇല്ലാതാക്കി ജാക്കി ജയിലിലേക്ക് പോകും. പക്ഷെ ആ സമയത്താണ് തൻ്റെ ലവർ ജ്യോതി ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. വാട്ട് എ കോയിൻസിഡൻസ്. സച്ചിയും വസുദേവും ലവേഴ്സാണ്. അങ്ങനെ ഒരു ദിവസം ഒരു കാറിൽ ഇരിക്കാൻ നേരത്താണ് സദാചാര പോലീസായിട്ട് ആൽവിൻ്റെ എൻട്രി. അങ്ങനെ ഒരുപാട് നേരത്തെ ഹറാസ്മെന്റിന് ശേഷം ആൽവിൻ ഇവരെ വിടും. പക്ഷേ വസുദേവ് തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ പോകുമ്പോഴും സച്ചിക്ക് അറിയേണ്ടത് ആൽവിൻ ഇവളെ എന്തെങ്കിലും ചെയ്തു എന്നാണ്. അല്ലാതെ ഇവൾ ഓക്കെ ആണെന്നൊന്നും സച്ചി ചോദിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു ട്രോമയ്ക്ക് പകരം വീട്ടാനായിട്ട് സച്ചി ആൽവിന് തിരിച്ചൊരു 8ന്റെ പണിയും കൊടുക്കും. പക്ഷെ പ്രതികാരം ചെയ്ത സന്തോഷത്തിൽ വസുദേവ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സച്ചിക്ക് കിട്ടിയത് എന്താ? തൻ്റെ ക്ലോസ് ഫ്രണ്ടായ പോലീസ് ഓഫീസറിൻ്റെ അസാസിനേഷൻ അന്വേഷിക്കാൻ വരുന്ന മറ്റൊരു പോലീസ് ഓഫീസറായ ആന്റണി മോസസിൻ്റെ കഥയാണ് മുംബൈ പോലീസ്. അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ച് പുള്ളിയുടെ ഓർമ്മ ഫുള്ള് പോകും. അപ്പോൾ ഈ ഓർമ്മ കിട്ടാൻ വേണ്ടി പുള്ളി മുമ്പ് സഞ്ചരിച്ച വഴി കൂടി ഒന്നുകൂടെ സഞ്ചരിക്കും. അങ്ങനെ കൊലപാതകയെ പുള്ളി കണ്ടുപിടിക്കും. പക്ഷേ ഈ കേസ് തെളിഞ്ഞതിനോടൊപ്പം ആന്റണിയെക്കുറിച്ചുള്ള സത്യങ്ങൾ കൂടി വെളി വരും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കുന്ന സിനിമകളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. വേറെ സിനിമകളുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതൊക്കെ വെച്ചിട്ട് പുതിയൊരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്. സോ ബൈ.